ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 14. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുകയും അവിടുത്തെ കാണുകയും ചെയ്തിരിക്കുന്നു. പീലിപ്പോസ് പറഞ്ഞു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്ക് അത് മാത്രം മതി. യേശു പറഞ്ഞു, ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോട് കൂടി ആയിരുന്നിട്ടും പീലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾ കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ സ്വമേധയെ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നതാണ്. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ, അല്ലെങ്കിൽ പ്രവൃത്തികൾ മൂലം വിശ്വസിക്കുവിൻ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവന് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അവയേക്കാൾ വലിയവയും അവർ ചെയ്യും. നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രൻ മഹത്വപ്പെടുന്നതിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ കൃപയുടെ വാഗ്ദാനം ധ്യാനിക്കാം. ക്രിസ്തു നമുക്ക് നൽകുന്ന മഹനീയമായ ഉറപ്പുകളാണ് ഈ ദിവസങ്ങളിലെ സുവിശേഷങ്ങളിൽ നാം പ്രാർത്ഥനാപൂർവം ധ്യാനിക്കുന്നത്. പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്കത് മാത്രം മതി എന്ന് അപ്പോസ്തലനായ പീലിപ്പോസ് യേശുവിനോട് പറയുമ്പോൾ യേശു ചോദിക്കുന്നു, ഞാൻ ഇത്രയും കാലം നിങ്ങളോടൊപ്പം ജീവിച്ചിട്ടും നിങ്ങൾ പിതാവിനെ കണ്ടില്ലെന്നോ? എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു. പിതാവും പുത്രനും തമ്മിലുള്ള ഐക്യവും സ്നേഹവും ഗാഢമായ ബന്ധവും ഈ വാക്കിൽ നിറഞ്ഞു നിൽക്കുന്നു. യേശുവിനെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിതാവ് പുത്രനിലും പുത്രൻ പിതാവിലും നിറഞ്ഞു നിൽക്കുന്നു. ക്രിസ്തുവിന്റെ മഹനീയമായ സാന്നിധ്യം നാം അനുഭവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ത്രിയേക ദൈവത്തിന്റെ കൃപയുടെ സാന്നിധ്യമാണ് നാം അനുഭവിക്കുക. യേശു ഉള്ളപ്പോൾ അവിടെ പിതാവും പരിശുദ്ധാത്മാവുമുണ്ട്. യേശുവിൻ്റെ സാന്നിധ്യം നാം അനുഭവിക്കുമ്പോൾ ഈ പരമോന്നതമായ കൃപാവരമാണ് നാം അനുഭവിക്കുക. യേശു യഥാർത്ഥത്തിൽ വിശ്വാസത്തിന്റെ പൂർണ്ണതയിലാണ് പിതാവിനെ ദർശിക്കുവാൻ നമ്മെ പഠിപ്പിച്ചത്. കർത്താവായ യേശുവിലുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ ആഴവും ബലവുമാണ് നമ്മെ സ്വർഗീയ കൃപയുടെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത്. യേശു ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ വിശ്വസിക്കുന്നവന് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവർ ചെയ്യും. വലിയൊരു ഉറപ്പ് നൽകുകയാണ്. ക്രിസ്തുവിന്റെ നാമത്തിൽ നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. രണ്ടുറപ്പാണ്. ഒന്ന്, യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നതൊന്നും നിഷേധിക്കുകയില്ല, അത് വാഗ്ദാനമാണ്. മറ്റൊന്ന്, ക്രിസ്തു പിതാവിന്റെ സന്നിധിയിൽ പോവുകയാൽ നമുക്ക് വേണ്ടി പിതാവിന്റെ മഹത്തായ മാധ്യസ്ഥം അവിടുന്ന് നമുക്ക് നൽകുകയും നാം പുത്രൻ ചെയ്തതിനേക്കാൾ വലിയ പ്രവൃത്തികൾ ചെയ്യുവാൻ നമുക്ക് അർഹത ലഭിക്കുകയും ചെയ്യും. നാം ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്കനുസൃതമായി വിശ്വാസത്തിന്റെ പൂർണ്ണതയിൽ ജീവിച്ചാൽ വലിയ കൃപാവരം സ്വന്തമാക്കാൻ കഴിയുമെന്ന് ഇന്നത്തെ സുവിശേഷം ഓർപ്പെടുത്തുന്നു. ഇന്നത്തെ സുവിശേഷം അവസാനിക്കുന്നതിന് മുമ്പ് യേശു ഇപ്രകാരം പറയുന്നു, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് ചോദിക്കുന്നതെന്തും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. വലിയൊരു ഉറപ്പാണ് യേശു നൽകുക. യേശുവിൻ്റെ നാമത്തിൽ നാം ചോദിക്കുന്നതെല്ലാം അവിടുന്ന് ചെയ്തു തരുമെന്ന് നമുക്ക് ഉറപ്പ് നൽകുന്നു. ഈ ഭൂമിയിൽ മറ്റാർക്കും നൽകാൻ കഴിയാത്ത ഉറപ്പാണ് ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ നാം ചോദിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടത് വിശ്വാസത്തിന്റെ ആഴമായ ബലമാണ്. സംശയലേശമില്ലാതെ പ്രത്യാശയോടുകൂടി വിശുദ്ധിയോടുകൂടി ദൈവ തിരുസന്നിധിയിൽ നാം യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നതൊന്നും
അവിടെ നിഷേധിക്കുകയില്ല. വാഗ്ദാനം വിശ്വസ്തനായ ദൈവം നമുക്ക് വേണ്ടി ആ കൃപകൾ നൽകുക തന്നെ ചെയ്യും. നമുക്ക് കൂടുതൽ കൃപാവരങ്ങൾ ദൈവത്തോട് ചോദിക്കാം, വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി ചോദിക്കാം. അപ്പോൾ അനേകർക്ക് നമ്മുടെ പ്രാർത്ഥന അനുഭവവും അനുഗ്രഹവുമാകട്ടെ. അനേകരുടെ തകർന്നു നുറുങ്ങിയ ജീവിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വീണ്ടെടുക്കപ്പെടട്ടെ. അനേക രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുള്ളവരാകട്ടെ. അനേക ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ യാചിക്കുന്നതെല്ലാം വാഗ്ദാനം വിശ്വസ്തനായ ദൈവം നമുക്ക് നൽകുക തന്നെ ചെയ്യുമെങ്കിൽ നമ്മൾ ഇനിയും എന്തിന് അവിടുത്തോട് നമ്മുടെ അർത്ഥനകൾ സമർപ്പിക്കാതിരിക്കണം? കൂടുതൽ സ്നേഹത്തോടെ, പ്രതീക്ഷയോടെ, വിശ്വാസത്തോടും വിശ്വസ്തയോടും കൂടി നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും യേശുവിൻ്റെ നാമത്തിൽ സമർപ്പിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ